നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവ് സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അതിൽ സൂഫിയാക്കൾക്ക് മറ്റു ചില ന്യായപ്രമാണങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വിശദീകരിക്കൽ അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ കൂടി ഈ വിഷയത്തിൽ ചെയ്യുകയാണ്. കുന്തു നബിയൻ വ ആദമു ബൈന ജസദി വറൂഹ് എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. ആദം നബി അലൈഹി സ്വലാം ജസദിനും റൂഹിനും മധ്യയാകുമ്പോൾ ഞാൻ നബിയായിരുന്നു എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസിനെ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു സഹീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഇബ്നു ഹിബ്ബാൻ സഹീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഹാക്കിം സഹീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വഹീഹായ ഈ ഹദീസിൽ നിന്നും ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ആദം അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആദം നബി അലൈഹി സ്വലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായിട്ടുണ്ട് എന്ന് അതിൽ വരുന്നുണ്ട്. നബിയായിട്ട് ശാരീരിക രൂപത്തിലുണ്ട് എന്നല്ല, നബിയായിട്ട് അള്ളാഹുവിൻ്റെ നിശ്ചയവും പ്രഖ്യാപനവും നടന്നിട്ടുണ്ടെന്നാണ്. മാത്രമല്ല ജസദിൻ്റെ രൂപത്തിൽ, ശാരീരിക രൂപത്തിൽ ആദം അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് തന്നെ, ആദം അലൈഹിസ്സലാമും മറ്റു നബിമാരും ഏത് മനുഷ്യനും ജനിക്കുന്നതിന് മുമ്പ് തന്നെ റൂഹിൻ്റെ ലോകത്ത് റൂഹിയായ ജീവിതം നയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഖുർആനികമായി സ്ഥിരീകരിക്കപ്പെട്ടതാണ്, ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ റൂഹിൻ്റെ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നബിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദീകരണമായിട്ട് ഇനി എങ്ങനെയാണ് സൃഷ്ടിപ്പ് നടന്നത് എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനാണ് ലൈഫായ ഹദീസിനെ സൂഫികൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വഹീഹായ ഹദീസിൽ നിന്നും സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യത്തെ വിശദീകരിക്കാൻ വേണ്ടി ലൈഫായ ഹദീസിനെ ഉപയോഗിക്കുന്നത് അനുവദനീയമാണ്. അതിൽ പ്രത്യേകിച്ച് അവർക്കതിൽ അഗാധമായ ചിന്തയും പഠനവും ഉള്ളതുകൊണ്ട് അവർക്കതിൽ കൂടുതൽ ബോധ്യങ്ങളുണ്ട്. പക്ഷേ അത്രത്തോളൊന്നും ആ വിഷയത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാത്ത ഉലമാക്കൾ ചിലപ്പോൾ അതിനെ അംഗീകരിക്കാൻ പ്രയാസമുണ്ടായിരിക്കും. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് തർക്കത്തിലിരിക്കുന്നൊരു വിഷയമായിട്ട് ഇതിനെ കാണാം. അതാണ് അതിൻ്റെ സത്യസന്ധമായ സമീപന രീതി. അതല്ലാതെ ഒരു ഭാഗത്തെ അങ്ങോട്ട് പുരോഹിതന്മാരാക്കി തള്ളുന്ന വഹാബി രീതി, അത് ഇസ്ലാമിക ലോകത്തെ വിജ്ഞാനങ്ങൾ മുഴുവൻ അടിച്ച് താറാക്കുന്ന, അതിന് നിലവാരം കുറക്കുന്ന വിമർശനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.